ഹായ് ഹലോ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ള നമ്മുടെ കാരിക്കേച്ചർ ഫ്രെയിം എങ്ങനെ എഡിറ്റ് ചെയ്യുന്നതിനുള്ള ട്യൂട്ടോറിയലായിട്ടാട്ടോ. അപ്പോൾ നമ്മളിപ്പം കൂടുതൽ ഓർഡർ വന്നതും കൂടുതൽ ചെയ്ത വർക്കുമാണ് കേട്ടോ ഈ കാരിക്കേച്ചർ ഫ്രെയിം. അപ്പോൾ അതിൻ്റെ ഒരു എഡിറ്റിംഗ് ആണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ടൂൺമി എന്ന ആപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഈ ആപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കുട്ടികളുടെയും അതുപോലെ ടീച്ചറിൻ്റെയും ഫോട്ടോസൊക്കെ നമ്മളൊരു കാർട്ടൂൺ രൂപത്തിൽ മാറ്റിയെടുക്കണുണ്ട്. എന്നാലേ ആ ഒരു കാരിക്കേച്ചർ ഫ്രെയിമിന് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അതിനകത്ത് കയറി ആ ഫസ്റ്റ് കാണുന്ന ഓപ്ഷൻ തന്നെ സെലക്റ്റാക്കി കൊടുത്തിട്ടുണ്ട്. ആ രൂപത്തിലേക്ക് നമ്മുടെ ഓരോ ഫോട്ടോസും നമ്മൾ എഡിറ്റ് ചെയ്ത് മാറ്റണം. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. അത് കഴിഞ്ഞ് പിന്നെ ഓക്കെ എല്ലാം സെറ്റാക്കി പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ഈ ഫോട്ടോ സെലക്റ്റാക്കിയിട്ടുണ്ട്. ആ ഫോട്ടോ ജസ്റ്റ് ഒന്ന് സെലക്റ്റാക്കി കൊടുത്താൽ തന്നെ ആ ഒരു കാർട്ടൂൺ രൂപത്തിലേക്ക് വരും. അതിൻ്റെ അപ്പുറം നമ്മൾ ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡൗൺലോഡായി നമ്മുടെ ഗാലറിയിലേക്കും വരും കേട്ടോ. അങ്ങനെ എല്ലാ ഫോട്ടോയും നമ്മൾ സെറ്റാക്കി എടുത്തിട്ട് നേരെ ഇൻഷോട്ടിലാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. ചിലർ ക്യാൻവയിൽ എഡിറ്റ് ചെയ്യുന്നത് കാണാം, പക്ഷേ അത് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ റിമൂവ് ആക്കി എടുക്കണം. ഇൻഷോട്ട് ആകുമ്പോൾ അത് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ക്യാൻവാസിലാണ് ചെയ്തെടുക്കുന്നത് ഈ ഒരു വലിപ്പത്തിൽ. അതിനുശേഷം നമ്മൾ സ്റ്റിക്കർ എന്നുള്ള ഓപ്ഷൻ എടുക്കുക, നമ്മൾ ഗാലറി എടുക്കുക. അതിനുശേഷം രണ്ടാമത്തെ പ്ലസിൻ്റെ ഇപ്പുറമുള്ള ഒരു ഐക്കണിൽ നമ്മൾ സെലക്റ്റാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ എഡിറ്റ് ചെയ്ത് വെച്ച ഫോട്ടോസൊക്കെ സെലക്റ്റാക്കി കൊടുക്കുക. അത് നമ്മൾ ഫസ്റ്റ് സെലക്റ്റാക്കാൻ നമ്മൾ ടീച്ചറിൻ്റെ പിക്കാട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ടീച്ചർ. അപ്പോൾ അതിനകത്ത് വേറെ 2 പേരുണ്ട്, അവരെ നമുക്ക് വേണ്ട. അത് റിമൂവ് ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ എറേസർ എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് അവരെ റിമൂവ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇത് സെലക്റ്റാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവായി പോകും. അപ്പോൾ നമുക്ക് വേണ്ടാത്ത പോർഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ എറേസർ വെച്ചിട്ട് മായ്ച്ച് കളയാവുന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ ടീച്ചറിൻ്റെ ഹാഫ് പോർഷൻ എടുക്കുന്നുള്ളൂ, ഫുള്ളായിട്ട് എടുക്കുന്നില്ല, ഹാഫായിട്ട് എടുക്കുന്നുള്ളൂ കേട്ടോ. ഫസ്റ്റ് ചെയ്യുമ്പോൾ ടീച്ചറുടെ അല്ലെങ്കിൽ സാറിൻ്റെ ഫോട്ടോയാണ് ഫസ്റ്റ് തന്നെ സെലക്റ്റാക്കി കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് കുട്ടികളുടെ ഫോട്ടോസ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് അത് കറക്റ്റ് വരുള്ളൂ. അപ്പം നമ്മൾ ആദ്യം സെലക്റ്റാക്കി അതിൻ്റെ വൈറ്റ് പോർഷൻ വേണമെങ്കിൽ നമുക്കത് കൂട്ടിയും കുറച്ചും നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സെൻറ്ററിൽ തന്നെ കുറച്ച് വലിപ്പത്തിൽ നമ്മൾ കൊണ്ടുവെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വീണ്ടും ഫോട്ടോസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞ് നമ്മൾ സെലക്റ്റാക്കി കൊടുത്തതിന് ശേഷം ടീച്ചറുടെ അടുത്തായിട്ട് തന്നെ വെച്ച് കൊടുക്കും. നമുക്ക് ടീച്ചറുടെ വലിപ്പം എത്ര വേണം എന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ഓരോ കുട്ടികളെയും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഒട്ടും വൈറ്റ് പോർഷൻ വരാത്ത രീതിയിൽ അടുപ്പിച്ച് വെച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഓരോരുത്തർ കുട്ടികളെയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഫസ്റ്റ് ലെവലിൽ ഒരുവിധം സെറ്റായി കഴിഞ്ഞാൽ പിന്നെ അതിന് താഴോട്ട് ഓരോരുത്തരെയും ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ ചിലപ്പം മനസ്സിലാവും. ഞാൻ ഒന്നും കട്ട് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പം നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടു നോക്കിയാൽ നമുക്ക് ചെയ്യുന്നത് വേഗം തന്നെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. ഈ കാരിക്കേച്ചർ ഫ്രെയിമിൽ നമ്മൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത് വൈറ്റ് പോർഷൻ വരാതെ നോക്കുക എന്നതാണ് കേട്ടോ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ കറക്റ്റ് ഫോട്ടോസൊക്കെ സൈസിനനുസരിച്ച് വലുതും ചെറുതും ആക്കിയിട്ട് സെറ്റാക്കി കൊടുത്താൽ മതി. പിന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മൾ കൂടുതലും നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അപ്പം ഞാൻ ബാക്കി എഡിറ്റിങ്ങൊക്കെ ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാം കേട്ടോ.
എഡിറ്റ് ചെയ്ത് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ക്യാൻവയിൽ പോവാം. ക്യാൻവയിൽ പോയിട്ട് നമ്മൾ ഏത് സൈസിലാണ് എഡിറ്റ് ചെയ്ത് സെറ്റാക്കുന്ന ഫ്രെയിം A3 ആണോ A4 ആണോ അതനുസരിച്ച് ഡോക്യുമെൻറ്റ് സെലക്റ്റാക്കി കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് A3 ഡോക്യുമെൻറ്റ് സെലക്റ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഈ പേജിലേക്ക് നമ്മൾ നേരത്തെ സേവ് ചെയ്ത് ഇൻഷോട്ടിൽ സേവ് ചെയ്ത് വെച്ച ഫോട്ടോ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് സൈസ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഇൻഷോട്ടിൽ സൈസ് കറക്റ്റ് കിട്ടില്ല. പിന്നെ ക്യാൻവയിൽ എഡിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവൽ ഭയങ്കര പണിയാട്ടോ, അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ ഫോട്ടോ സെലക്റ്റാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു സൈസിന് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് ഇതിനകത്ത് നമ്മുടെ കുട്ടികളുടെ പേരും ടീച്ചറുടെ പേരൊക്കെ വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും കോട്ട് എഴുതി കൊടുക്കൂലേ, അങ്ങനെ എഴുതി കൊടുക്കാവുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വൈറ്റ് വേണ്ടെങ്കിൽ ക്രീം, അങ്ങനെ പല കളറിലും ചെയ്യുന്നുണ്ട്. അതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് ഇൻഷോട്ടിൽ തന്നെ ആദ്യം എഡിറ്റ് ചെയ്ത് കൊടുക്കണം, ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിനകത്ത് നമ്മൾ ഷൈനിയും പിള്ളേരും എന്നാണ് ഇപ്പം കൊടുത്തിട്ടുള്ളത്. ഷൈനി ടീച്ചറും പിള്ളേരും എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങളുടെ ഒരു ഇതിനനുസരിച്ച് മാറ്റി കൊടുക്കാം കേട്ടോ. ഇത്രയും ചെയ്താൽ തന്നെ നമ്മുടെ കാരിക്കേച്ചർ ഫ്രെയിം സെറ്റായിട്ടുണ്ട്. പിന്നെ ഇത് സേവ് ചെയ്ത് കൊടുക്കുക. സേവ് ചെയ്തതിന് കൊടുത്തിട്ട് പ്രിൻ്റ് എടുത്താൽ മതി കേട്ടോ. ഫെയർവെല്ലിനെല്ലാം ടീച്ചർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ഉള്ള നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ കാരിക്കേച്ചർ ഫ്രെയിം. കൂടുതലും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഫ്രെയിം സെറ്റാക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതലെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ നല്ല വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ശരിയടാ.